ഈ കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1957 56 നവംബർ മാസം 1-ാം തീയതിയാണ് കേരളമുണ്ടായിട്ടുള്ളത്. ഈ കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മത്സരിക്കുമ്പോൾ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? വളരെ വൈകി മാത്രം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. എന്നെക്കാൾ ഒരുപാട് കാലത്തെ പാരമ്പര്യവും പാർട്ടി പ്രവർത്തന പരിചയമുള്ള ആളുകൾ എൻ്റെ പിറകിലും എൻ്റെ മുമ്പിലും ഇരിക്കുന്നു. ഏരിയ സെക്രട്ടറി അടക്കമുള്ള സഖാക്കൾ ഇവിടെ ഇരിക്കുന്നു. ആ സഖാക്കളോട് വളരെ വിനീതമായി എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. 1957 കേരളത്തിൽ ഒരു 2.5 കോടിയോളം ജനങ്ങളുണ്ട്. ഇപ്പം 3.5 കോടിയാണ്. ആ 2.5 കോടി ജനങ്ങൾ കേരളത്തിലുള്ളപ്പോൾ സഖാവേ, ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്ര മെമ്പർമാരുണ്ടാവും? 10,000 ആളുണ്ടാവോ? 10,000ങ്ങളിൽ ഒതുങ്ങും. എന്തായാലും 1,00,000-ന്റെ മുകളിൽ മെമ്പർമാർ 1957 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്നു? അതിൻ്റെ കാരണം പറയണമെങ്കിൽ സഖാവ് EMS കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിൽ 5% ആളുകൾക്കാണ് ഭൂമിയുള്ളത്. എൻ്റെ പ്രസംഗം കേൾക്കുന്ന പുതിയ തലമുറയിലെ ആളുകൾക്ക് ഒരിക്കലും ഇത് വിശ്വസിക്കാൻ കഴിയില്ല. 5% ആളുകൾക്ക് മാത്രം ഭൂമി. ബാക്കി ആരുടേതായിരുന്നു ഈ ഭൂമി? ഇത് ബ്രഹ്മസത്തിൻ്റെതായിരുന്നു, ഇത് ദേവസ്വത്തിൻ്റെതായിരുന്നു. എൻ്റെ പ്രസംഗം കേൾക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ വരെ വീട്ടിൽ പോയി ആധാരമെടുത്ത് അതിൻ്റെ അടിയാധാരമെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭൂമി ജന്മിത്വത്തിൻ്റെതായിരുന്നു, ജന്മിയുടേതായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഹ്മസത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയുമായിരുന്നു. വിശദീകരണത്തിലേക്ക് സമയക്കുറവുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. അങ്ങനെയുള്ള ഈ മണ്ണിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ നടന്നു. ഈ മണ്ണിൽ അധ്വാനിച്ച മനുഷ്യന് തമ്പുരാൻ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ട ഗതികേടുണ്ടായിരുന്ന മണ്ണ്. ഒരുപാട് കഥകളുണ്ട്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ മണ്ണിൽ, ഈ നാട്ടിൽ മണ്ണിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം നടന്നു. കയ്യൂരും കരിവള്ളൂരും പുന്നപ്രയും വയലാറും പാടിക്കുന്നും ഒഞ്ചിയവും എണ്ണിയാൽ തീരാത്ത സമരപദങ്ങൾ. 1921 മലബാറിൽ നടന്നിട്ടുള്ള വലിയ സമരവും ഖിലാഫത്തിനോടൊപ്പം തന്നെ ജന്മിത്വത്തിനെതിരെയുള്ള, സാമ്രാജ്യത്വത്തിനെതിരെയുള്ള സമരമായിരുന്നു. ആ സമരങ്ങളുടെ ഒക്കെ ബാക്കിപത്രമായി കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭൂമിയില്ലാത്ത മനുഷ്യർ, 95% ആളുകൾക്കും ഭൂമിയില്ല. അവരിങ്ങനെ ആലോചിച്ചു, ഈ നാട്ടിൽ മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അതിനുവേണ്ടി പിടഞ്ഞു വീണ് മരിച്ചത്, അടിയേറ്റും വെടിയേറ്റും ജയിലിൽ കിടന്നു മരിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. ആ സമര പോരാട്ടങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഈ ചെങ്കൊടിയാണ്.